ഞാനിവിടെ നിന്ന് ചപ്പാത്തിക്ക് പറ്റിയ ഒരു ഡ്രൈ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് കോളിഫ്ലവറിൻ്റെയാണ്. കോളിഫ്ലവർ കുറച്ച് കോൺഫ്ലവർ വേണം. പിന്നെ വേണ്ടുന്നത് ചെറുതായി കട്ട് ചെയ്ത സവാള, പിന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാപ്സിക്കം, സവാള അരിഞ്ഞത്, ശകലം മുളക് പൊടി, ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് വേണ്ടുന്നത് ടൊമാറ്റോ കെച്ചപ്പ് ഒരു 2 സ്പൂൺ വേണം. ഒരു 1/4 സ്പൂൺ സോയാ സോസ് വേണം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, ഒരു നുള്ളു പഞ്ചസാര. പിന്നെ ആദ്യം നമ്മളൊന്ന് ഫ്രൈ ചെയ്യാനെടുക്കുന്നതിനായിട്ടുള്ള ഒരു 3-4 സ്പൂൺ എണ്ണ. അത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതും ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടുന്നത്. ഇനി ഇത് ഞാൻ ചെയ്തിട്ട് വരാം. അത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും എണ്ണക്കകത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞതിൻ്റെ മണം ഒന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് സവാള അരിഞ്ഞത് ഇടുക. ഒക്കെ നമ്മൾ എളുപ്പം കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ്. അല്ലാതെ കൂടുതൽ സമയമൊന്നും വേണ്ട. ഒരുപാട് തയ്യാറാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല. ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് വെച്ചിരുന്നാൽ അതേ ഇട്ടാൽ മതി. പിന്നെ ശകലം സവാള അരിഞ്ഞ് കഴിഞ്ഞാൽ, സവാളയും തക്കാളിയും അരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ വേറെ പ്രത്യേകിച്ചായിട്ട് ഒന്നും ആവശ്യമില്ല. സവാളയൊന്നും വെള്ളം പറ്റില്ല. ഞാൻ പെട്ടെന്ന് ഇരുന്ന് എന്താ വെച്ചാൽ ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല. കോളിഫ്ലവറിന് ഇതിൻ്റെ വെള്ളത്തിനകത്ത് തന്നെ വേണം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാൻ. അപ്പം ആദ്യം നമ്മൾ തക്കാളി ഇട്ട് സവാള ഇട്ട് ഒന്ന് വഴണ്ട് കഴിയുന്ന ഉടനെ തന്നെ അതിൽ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് ഇടുക. അതിനൊന്നും പ്രത്യേക അളവൊന്നും ഇല്ല കേട്ടോ. ഞാനിങ്ങനെ കൈ കൊണ്ടൊക്കെ അങ്ങ് ഇടത്തേയുള്ളൂ. അതിന് പ്രത്യേക ഇത്ര സ്പൂണ് 1/2 സ്പൂണൊന്നുമില്ല. അതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിടുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആവും. തക്കാളിയും സവാളയും പെട്ടെന്ന് മൂത്ത് കിട്ടും നമുക്ക്. അതുകൊണ്ടാണ് ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്കൊന്ന് പിടിക്കുകയും ചെയ്യുമല്ലോ, അതൊരു ആവശ്യമാണല്ലോ നമുക്ക്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ഇനി ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവറല്ല, നമ്മൾ കഷ്ണമായിട്ട് വരാനുള്ള സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടാൻ ആ സവാളയും കൂടെ അങ്ങ് ഇടുക. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് ഫ്രൈ ആയി വന്നോളും. ഇതേ കണ്ട വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. എനിക്ക് ആ വെള്ളത്തിൽ തന്നെ വേണം നമ്മുടെ കോളിഫ്ലവറും കൂടി വെന്ത് വരാൻ. അത് വേറെ പ്രത്യേകിച്ച് വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല. എങ്കിലും ഡ്രൈ ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളത് സാധനം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിനകത്തേക്ക് നമ്മുടെ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിടുക. ക്യാപ്സിക്കവും അല്പം വെള്ളമുള്ള സാധനമാണല്ലോ, അതും ഒന്ന് ഫ്രൈ ആയി അവിഞ്ഞ് വരുമ്പോഴത്തേക്ക് വെള്ളം പുറത്തേക്ക് വരും. അതിനകത്ത് ഇത്രയും സാധനം ഇട്ട് ആ മുളക് പൊടി ഇട്ട് ഇളക്കി കഴിഞ്ഞ് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറി ഏകദേശം ഫൈനലെത്തും. കോളിഫ്ലവർ ഞാൻ ബാറ്റർ കവർ ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല. ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ഒരു ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതിനെ ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്ത് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയം എടുക്കും. അത് വേണ്ട, നമുക്കിത് മതി. ഇത് ഒരു പ്രത്യേക കറിയായിട്ട് തന്നെ എടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കറി ഉണ്ടാക്കി കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. ഞാൻ മുളക് പൊടിയും കൂടി ഇട്ട് നമ്മൾ ഇതിനെ അടച്ചങ്ങ് വെക്കുക. അടച്ച് വെച്ച് സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പൊക്കെ കുറച്ച് കഴിഞ്ഞ് വെച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഈ ഉള്ള വെള്ളത്തിനകത്ത് ഇതൊന്ന് വെന്ത് കിട്ടണം എനിക്ക്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ വെച്ച് അടച്ചങ്ങ് വെക്കുക. ഇപ്പോഴത്തെ സ്റ്റേജ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കോൺഫ്ലവർ ഇതാക്കി ഇടുന്നില്ല, ഇങ്ങനെ കലക്കി ഒഴിക്കുന്നില്ല. ഞാനങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കലക്കി ഒഴിച്ചാൽ വീണ്ടും അത് വെള്ളമായിട്ട് വരും. ഇതിപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല. ഇതിട്ട് ഇങ്ങനെ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി അങ്ങ് സ്പ്രെഡ് ചെയ്യുക. ഡസ്റ്റ് ചെയ്ത് അങ്ങ് എടുക്കുക. മനസ്സിലായോ? അങ്ങനെയാണ് എടുക്കുന്നത്. ഓക്കെ, ഞാനിപ്പം ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ വരാം. ഇടയ്ക്ക് ഈ കറി ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കി ഒരു തട്ടിപ്പത്തി ഒന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഉള്ള വെള്ളം, ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളമുള്ളത് വെച്ചിട്ട് തന്നെ അത് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേജ് ഇതാണ്. ഇനി നമ്മൾ അതിനകത്തേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുക. ഒരു 1/4 സ്പൂണോളം സോയാ സോസ് ഒഴിക്കുക.
എന്നിട്ട് നല്ലോണം ഇളക്കി വീണ്ടും ഒന്നുകൂടെ നിറച്ച് വെക്കുക. എന്ന് വെച്ചാൽ ഒരു ശക്കലം കൂടെ വേവാനുണ്ട്, അതിനുള്ള വെള്ളം അതിനകത്തുണ്ട്. നമ്മൾ വെറുതെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഈ ഇടയ്ക്ക് ഞാനിവിടെ ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ വന്നപ്പം നമ്മൾ കോളിഫ്ലവർ ഡ്രൈ ഫ്രൈ ഓർഡർ ചെയ്തപ്പോഴേ അവർ കൊടുത്തുവിട്ട ഒരു കുക്കിംഗ് സ്റ്റൈലാണിത്. അത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ അതൊന്ന് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത്. ഈ 2 ദിവസമായതേ ഉള്ളൂ അവർ കൊടുത്തു വിട്ടപ്പോൾ. ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഐഡിയ കിട്ടിയതായത്. ഇതാണ് നമ്മുടെ ചപ്പാത്തി വിത്ത് ഡ്രൈഡ് ചില്ലി കോളി. ഓക്കെ.